ഹായ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സാമ്പിൾ വേരിയൻസിന്റെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷന്റെ ഡെറിവേഷനെ കുറിച്ചാണ്. അതായത് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് നമ്മൾ എടുത്ത റാൻഡം സാമ്പിൾ ഉപയോഗിച്ച് കൺസ്ട്രക്ട് ചെയ്ത സാമ്പിൾ വേരിയൻസിന്റെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിറൈവ് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. Let x1, x2, etc. xn be n independent and identically distributed random sample drawn from normal distribution with the population mean mu and variance sigma square. That is, xi follows normal distribution with the mu comma sigma square for I is equal to 1, 2, etc. up to n. ഇവിടെ x1, x2, etc. xn are IID റാൻഡം വേരിയബിൾസ് ആണ്. അതുപോലെ അത് ജോയിൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അത് ഫോളോ ചെയ്തത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് മ്യൂ ആൻഡ് സിഗ്മ സ്ക്വയർ ആണ്. ഓക്കെ, therefore നമുക്കറിയാം xi മൈനസ് മ്യൂ ബൈ സിഗ്മ, അതായത് xi നിന്നും അതിന്റെ മീൻ സബ്ട്രാക്ട് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് റാൻഡം വേരിയബിൾ വിൽ ഫോളോ standard normal distribution. This implies xi minus mu by sigma whole square. This will follow chi-square distribution with 1 degree of freedom by the definition of chi-square statistic. Also by the additive property of chi-square distribution, summation I is equal to 1 to n xi minus mu by sigma whole square will follow chi-square distribution with n degrees of freedom. ഓക്കെ, ഈ റിസൾട്ടുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സാമ്പിൾ വേരിയൻസിന്റെ, അതായത് സാമ്പിൾ വേരിയൻസ് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്നും എടുത്ത സാമ്പിൾസ് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്ത സാമ്പിൾ വേരിയൻസിന്റെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിറൈവ് ചെയ്യുന്നത്. ലെറ്റ് x bar which is equal to 1 by n into summation I is equal to 1 to n xi and s square which is equal to 1 by n summation I is equal to 1 to n xi minus x bar whole square be the sample mean and സാമ്പിൾ വേരിയൻസ്. അതായത് നമ്മുടെ എക്സ് ബാർ എന്ന് പറയുന്നത് സാമ്പിൾ മീനും എക്സ് സ്ക്വയർ എന്ന് വെച്ചാൽ സാമ്പിൾ വേരിയൻസ് വരെ എടുത്തു. വി നോ ദാറ്റ് നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ എക്സ് ബാറിന്റെ ഡിസ്ട്രിബ്യൂഷൻ അല്ലേ. വി നോ ദാറ്റ് എക്സ് ബാർ ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ മ്യൂ ആൻഡ് വേരിയൻസ് സിഗ്മ സ്ക്വയർ ബൈ എൻ അല്ലേ. ദെർഫോർ എക്സ് ബാർ മൈനസ് എൻ്റെ മീൻ സബ്ട്രാക്ട് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ട് 10 വിൽ ഫോളോ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലേ. ദിസ് ഇംപ്ലൈസ് എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ട് 10 whole square will follow chi-square distribution with 1 degrees of freedom. Consider summation I is equal to 1 to n xi minus mu whole square which is equal to summation I is equal to 1 to n. ഇതിനകത്ത് നമുക്ക് ഒരു എക്സ് ബാർ ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യാം. സോ എക്സ് ബാർ xi മൈനസ് എക്സ് ബാർ പ്ലസ് എക്സ് ബാർ മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ. ദിസ് ഇസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോമിൽ ഉപയോഗിക്കാം. അപ്പൊ ഇത് നമുക്ക് എ ആയിട്ട് ഇതിന്റെ ബി ആയിട്ട് എടുത്തിട്ട് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോമിൽ ആ ഫോമിൽ ഉപയോഗിച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാം. ദിസ് ഇസ് ഈക്വൽ ടു summation I is equal to 1 to n
xi minus x bar whole square plus 2 times xi minus x bar into x bar minus mu plus x bar minus mu whole square. This is equal to നമുക്ക് ഈ സമ്മേഷനെ ഉള്ളോട്ട് കൊണ്ടുപോകാം. Summation I is equal to 1 to n xi minus x bar whole square plus 2 times ഇവിടെ നമ്മൾ സം ചെയ്യുന്നത് സം വിത്ത് റെസ്പെക്ട് ടു ഐ ആണ്. പക്ഷെ ഇവിടുത്തെ ഈ എക്സ് ബാർ മൈനസ് മ്യൂ എന്നുള്ള ഈ ഒരു ടൈമില് ഐ ഇല്ല. ഓക്കെ, അത് കാരണം തന്നെ നമുക്ക് ഈ സമ്മേഷന്റെ പുറത്തെടുക്കാം. എക്സ് ബാർ മൈനസ് മ്യൂവിനെ നമുക്ക് സമ്മേഷന്റെ പുറത്തെടുക്കാം. സോ ദിസ് ഇസ് ഈക്വൽ ടു 2 ടൈംസ് എക്സ് ബാർ മൈനസ് മ്യൂ into summation I is equal to 1 to n xi minus x bar plus summation I is equal to 1 to n x bar minus mu whole square. This is equal to, then നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? This is equal to n s square എഴുതാൻ പറ്റും. ഇത് 2 times x bar minus mu into 0 എഴുതാൻ പറ്റും. ഇത് n into x bar minus mu whole square എഴുതാൻ പറ്റും. ഇനി നമുക്ക് ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നമുക്കറിയാം എസ് സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/n ഇൻറ്റു സമേഷൻ ഐ ഇസ് ഈക്വൽ ടു 1 to n എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ആണ് അല്ലേ. സോ ഈ എന്നിനെ നമ്മൾ നേരെ ഇങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഈ പോർഷൻ കിട്ടും അല്ലേ, എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ കിട്ടും. അതാണ് അങ്ങനെ എഴുതുന്നത്. ഒന്ന്. ഇനി അടുത്തത് നമുക്കറിയാം സമേഷൻ I is equal to 1 to n xi minus x bar which is equal to 0. അതായത് ഒരു റാൻഡം വേരിയബിൾസിന്റെ സാമ്പിൾ മീൻ എന്നുള്ള ഡീവിയേഷൻസിന്റെ സം എന്ന് പറയുന്നത് അതെപ്പോഴും 0 ആയിരിക്കും. ഇനി വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും പ്രൂവ് ചെയ്യാം. ഇപ്പൊ സമേഷൻ xi minus x bar which is equal to summation xi minus summation x bar. This is equal to summation xi എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് nx bar ആണ്. അതുപോലെ ഇവിടെ എക്സ് ബാർ എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ആണ്. വി ആർ ആഡിങ് n ടൈംസ് nx bar. സോ ദിസ് ഇസ് ഈക്വൽ ടു 0. ഇനി സോ അത് ഈ പോർഷൻ നമുക്ക് അങ്ങനെ 0 ആയി പോകും. ഇനി അടുത്തത് ഈ പോർഷൻ ആണ്. എക്സ് ബാർ മൈനസ് മ്യൂ വി ആർ സമ്മിങ് വിത്ത് റെസ്പെക്ട് ടു ഐ ആണ്. ഈ രണ്ട് ടൈമിലും ഐ ഇല്ല ആൻഡ് ഇറ്റ്സ് എ കോൺസ്റ്റന്റ്. എക്സ് ബാർ മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ ഒരു കോൺസ്റ്റന്റ് ആണ് ആൻഡ് വി ആർ ആഡിങ് ദിസ് കോൺസ്റ്റന്റ് n ടൈംസ്. So this will become n into x bar minus mu whole square. Therefore, summation I is equal to 1 to n xi minus mu whole square is equal to n s square plus n into x bar minus mu whole square. ഇങ്ങനെയാണ്. ഇനി divide LHS and RHS, left hand side right hand side with sigma square. Sigma square നമുക്ക് ഡിവൈഡ് ചെയ്യാം. We get summation I is equal to 1 to n xi minus mu by sigma whole square which is equal to n s square by sigma square plus n into x bar minus mu by sigma whole square എഴുതാൻ പറ്റും. ഓക്കെ, ഇവിടെ നമുക്ക് ഈ n ഉണ്ടല്ലോ, ഈ n നമുക്ക് താഴോട്ട് കൊണ്ടുവരാം. ഓക്കെ, അപ്പൊ ഇത് സിഗ്മ ബൈ റൂട്ട് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഉള്ളിൽ എഴുതാൻ പറ്റും. സോ ദിസ് ഇസ് ഈക്വൽ ടു n s square by sigma square plus x bar minus mu by sigma by
റൂട്ട് ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഇത് രണ്ടും ഈക്വൽ ആണ്. ഇതും ഈക്വൽ ആണ്. കാരണം ഇവിടെയുള്ള ഈ n നമ്മൾ താഴോട്ട് കൊണ്ടുവന്നേ ഉള്ളൂ. ഓക്കെ, അതുപോലെ സ്ക്വയറിന്റെ ഉള്ളിലാക്കി. ഇനി നമുക്കറിയാം ദിസ് ഫോളോസ് chi-square distribution with n degrees of freedom ആണ്. അത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ആൻഡ് ദിസ് ടേം ഫോളോസ് chi-square distribution with 1 degrees of freedom ആണ്. ഇതിന് നമുക്ക് ഇക്വേഷൻ 1 എന്ന് എഴുതാം. Therefore, equation 1 becomes chi-square distribution with n degrees of freedom is equal to chi-square random variable. It's a chi-square LHS എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു chi-square random variable ആണ്. That follows chi-square distribution with n degrees of freedom ആണ്. Then ഒരു റാൻഡം വേരിയബിൾ ഉണ്ട് n² by sigma square. ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് അറിയത്തില്ല. പിന്നെ അടുത്തൊരു ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ that follows chi-square distribution with 1 degrees of freedom. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്, MGF മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ n² by sigma square ഡിസ്ട്രിബ്യൂഷൻ കണ്ടെത്തുന്നത്. ഓക്കെ, ബിക്കോസ് MGF യൂണീക്ലി ഡിറ്റർമിൻസ് ദ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഇനി നമുക്ക് ഈ രണ്ട് സൈഡിലും ഇവിടെ നമുക്ക് MGF ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ടേം ഉണ്ടല്ലോ അതിന്റെ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എടുക്കാം. അപ്പോൾ എങ്ങനെ കിട്ടും നോക്കിയാലോ. കൺസിഡർ MGF of summation I is equal to 1 to n xi minus mu by sigma whole square. That is m summation I is equal to 1 to n xi minus mu by sigma whole square. That is notation t, which is equal to expectation of e power t into summation I is equal to 1 to n xi minus mu by sigma whole square. This is equal to expectation of e power t into n s² by sigma square plus x bar minus mu by sigma by root n whole square. ഇത് നമ്മൾ ഇക്വേഷൻ 1 നിന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ സമ്മേഷൻ I is equal to 1 to n xi minus mu by sigma whole square നമ്മൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അല്ലേ. അതായത് n² by sigma square plus x bar minus mu by sigma by root n whole square എഴുതിയിട്ടുണ്ട്. ഓക്കെ, this is equal to write expectation of e power t into n s² by sigma square plus t into x bar minus mu by sigma by root n whole square. This is equal to write expectation of e power t into n s² by sigma square into expectation of e power t into x bar minus mu by sigma by root n square. ഇത് നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ രണ്ടായിട്ട് എഴുതാൻ സാധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിൻസ് എക്സ് ബാർ ആൻഡ് എസ് സ്ക്വയർ ആർ ഇൻഡിപെൻഡന്റ്. എക്സ് ബാറും എസ് സ്ക്വയർ ഇൻഡിപെൻഡന്റ് ആയത് കാരണം തന്നെ അതുപയോഗിച്ച് കൺസ്ട്രക്ട് ചെയ്ത അതിന്റെ ഫംഗ്ഷൻസും ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അത് കാരണമാണ് നമുക്ക് ഇതിനെ ഇങ്ങനെ രണ്ടായിട്ട് എഴുതാൻ സാധിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിന്റെ പ്രൂഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫണ്ടമെന്റൽസ് ഓഫ് മാത്തമാറ്റിക്കൽ സയൻസിൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഗുപ്താൻ കപൂറിന്റെ ബുക്കിൽ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, therefore moment generating function of summation I is equal to 1 to n xi minus mu by sigma whole square, which is equal to moment generating function of
n s square by sigma square into moment general function of x bar minus mu by sigma by root n whole square t. നമുക്കറിയാം ഈ ടേം എന്ന് പറയുന്നത് ഈ എൻ എസ് സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയറിന്റെ എം ജി എഫും ഈ ടേം എന്ന് പറയുന്നത് എക്സ് ബാർ മൈനസ് ബി ബൈ സിഗ്മ ബൈ റൂട്ട് എൻ ഹോൾ സ്ക്വയറിന്റെ എം ജി എഫും ആണ്. അത് കാരണം തന്നെ നമുക്ക് ഈ ടേമിനെ, അതായത് ഈ മൊമെന്റ് ജനറേറ്റഡ് ഫംഗ്ഷനെ ഇങ്ങനെ എഴുതാൻ സാധിക്കും. അതായത് മൊമെന്റ് ജനറേറ്റഡ് ഫംഗ്ഷൻ ഓഫ് എക്സ് ഐ മൈനസ് മ്യൂ ബൈ സിഗ്മ ഹോൾ സ്ക്വയർ ഓഫ് ടി ഈസ് ഈക്വൽ ടു moment generated function of n square by sigma square into moment generated function of x bar minus mu by sigma whole square എന്ന് സാധിക്കും. ഓക്കെ, ഇത് നമുക്ക് ഇക്വേഷൻ 2 എടുക്കാം. We know that xi summation I is equal to 1 to n xi minus mu by sigma whole square follows chi-square distribution with the n degrees of freedom. This implies the moment generated function of summation xi minus mu by sigma whole square is equal to 1 minus 2t whole power minus n by 2 ആണ്. ഇത് നമ്മുടെ chi-square distributionന്റെ MGF ആണ്. ഇവിടെ നമ്മുടെ സമേഷൻ എക്സ് ഐ മൈനസ് മ്യൂ ബൈ സിഗ്മ ഹോൾ സ്ക്വയർ ഫോളോ ചെയ്തത് chi-square distribution വിത്ത് n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയതാണ് തന്നെ ഇതിന്റെ എം ജി എഫ് എന്ന് പറയുന്നത് 1 minus 2t whole power minus n by 2 ആണ്. Similarly, the moment generated function of x bar minus mu by sigma by root n whole square is equal to 1 minus 2t whole power minus 1 by 2 ആണ്. ഓക്കെ, കാരണം എന്താണ്? എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ട് എൻ ഹോൾ സ്ക്വയർ ഫോളോസ് chi-square distribution വിത്ത് 1 degrees of freedom ആണ്. ഇത് നമുക്ക് ഇക്വേഷൻ 3 എന്നും ഇതിനെ 4 എന്നും എടുക്കാം. ഇത് നമ്മൾ ഈ 3ഉം 4ഉം 2ൽ അപ്ലൈ ചെയ്യാണ്. അപ്ലൈ ഇക്വേഷൻ 3 and 4 in 2. We get 1 minus 2t whole power minus n by 2, which is equal to moment generated function of n square by sigma square into 1 minus 2t whole power minus 1 by 2. Therefore, moment generated function of n square by sigma square, n square by sigma square and moment generated function നമുക്ക് അറിയത്തില്ല, which is equal to, ഇത് നമുക്ക് ഈ ടൈമിന് നമുക്ക് ലെഫ്റ്റിലോട്ട് കൊണ്ടുപോകാം അല്ലേ. സോ 1 minus 2t whole power minus n by 2 into 1 minus 2t whole power 1 by 2. ഇത് നമ്മൾ minus 1 by 2 എന്നുള്ളതിനോട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 by 2 ആയി പോകും അല്ലേ. സോ this is equal to 1 minus 2t whole power minus n minus 1 by 2, which is distribution the MGF, which is the MGF of chi-square distribution with the n minus 1 degrees of freedom. It is the MGF of chi-square distribution with the n minus 1 degrees of freedom. This implies n a square by sigma square follows chi-square distribution with the n minus 1 degrees of freedom. So this is the result. ഇവിടെ n square by sigma square എന്ന് പറയുന്ന റാൻഡം വേരിയബിളിന്റെ MGF നമ്മൾ കണ്ടുപിടിച്ചു. ആ MGF എന്ന് പറഞ്ഞാൽ which is equal to the MGF of moment generated function of chi-square distribution with the n minus 1 degrees of freedom ആണ്. Therefore, by the uniqueness property of the MGF, n square by sigma square follows chi-square distribution with the n minus 1 degrees of freedom. Okay. ഇനി നമുക്ക് s സ്ക്വയറിന്റെ ഡിസ്ട്രിബ്യൂഷൻ കണ്ടെത്താം. We got n a square by
sigma square. N square by sigma square follows chi-square distribution with n minus 1 degrees of freedom. Therefore, f of n square by sigma square. അതായത് ഈ റാൻഡം വേരിയബിളിന്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 1 by 2 power n minus 1 by 2 divided by gamma n minus 1 by 2 e power minus n s square by 2 sigma square n s square by sigma square power n minus 1 by 2 minus 1 for 0 less than n square by sigma square less than infinity and 0 otherwise. Okay. ഇത് നമ്മുടെ chi-square ഡിസ്ട്രിബ്യൂഷന്റെ PDF തന്നെയാണ്. അതിലെ chi-square ഡിസ്ട്രിബ്യൂഷന്റെ PDFിലെ റാൻഡം വേരിയബിളിന്റെ സ്ഥാനത്ത് n square by sigma square എന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ you will get the PDF of n square by sigma square. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് എസ് സ്ക്വയറിന്റെ ഡിസ്ട്രിബ്യൂഷൻ കണ്ടെത്താം. ടേക്ക് സം u is equal to n s square by sigma square. This implies du by ds square. du by ds square is equal to n by sigma square. Therefore, f of s square which is equal to f of u. u എന്ന് വെച്ച് കഴിഞ്ഞാൽ n square by sigma square ആണ് into modulus of du by ds square ആണ് which is equal to half power n minus 1 by 2 divided by gamma n minus 1 by 2 e power minus n square by 2 sigma square n square by 2 sigma square n square by sigma square whole power n minus 1 by 2 minus 1 into n by sigma square. നമ്മുടെ മോഡുലസ് ഓഫ് ഡി യു ബൈ ഡി എസ് സ്ക്വയർ ആണ് n ബൈ സിഗ്മ സ്ക്വയർ. ഓക്കെ, ഇവിടെ ഹാഫ് പവർ n മൈനസ് 1 by 2 ഉണ്ട്. ഇവിടെ നമുക്ക് ഒരു n ബൈ സിഗ്മ സ്ക്വയർ പവർ n മൈനസ് 1 by 2 മൈനസ് 1 ഉണ്ട്, n ബൈ സിഗ്മ സ്ക്വയർ ഉണ്ട്. സോ n ബൈ സിഗ്മ സ്ക്വയർ n മൈനസ് 1 by 2 മൈനസ് 1 ഇൻറ്റു n ബൈ സിഗ്മ സ്ക്വയർ എന്ന് പറയുമ്പം n ബൈ സിഗ്മ സ്ക്വയർ പവർ n മൈനസ് 1 by 2 ആകും. അപ്പൊ അതും ഈ ഹാഫിന്റെ കൂടെ ഒരുമിച്ച് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു n by 2 sigma square whole power n minus 1 by 2 divided by gamma n minus 1 by 2 e power minus n s square by 2 sigma square into s square n minus 1 by 2 minus 1. That is the probability density function of s square. Sample variance is equal to n by 2 sigma square whole power n minus 1 by 2 divided by gamma n minus 1 by 2 e power minus n s square by 2 sigma square s square power n minus 1 by 2 minus 1. Okay, this is equal to the probability density function of gamma distribution with the parameters n by 2 sigma square comma n minus 1 by 2. Therefore the sample variance follows gamma distribution with the n by 2 sigma square. The parameters n by 2 sigma square comma n minus 1 by 2.